അയൺ ഡോം എന്ന മിസൈൽ സംവിധാനം ഹമാസിനെതിരായി ഉപയോഗിക്കാനുള്ള ഇസ്രയേലിന്റെ തുറുപ്പുചീട്ടാണ്. നാളിതുവരെയായി പല രീതിയിൽ യുദ്ധത്തിൽ ഈ അയൺ ഡോം സംവിധാനം ഇസ്രയേൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങളിൽ പ്രസിദ്ധി നേടിയ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചപ്പോഴും ശ്രദ്ധ നേടിയിരുന്നു. 70 കിലോമീറ്റർ വരെ ദൂരത്ത് നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന മിസൈലുകളെ തകർക്കാനുള്ള ശേഷി ഈ സംവിധാനത്തിനുണ്ട്. കടലിൽ നിന്ന് തൊടുക്കാനും തൊടുത്തു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. ഇസ്രായേലിലെ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ്, ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് എന്നിവർ അയൺ ഡോം വികസിപ്പിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോഴിതാ ഇസ്രായേലിന്റെ ആ പദ്ധതി പോലെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനം നടത്താൻ പദ്ധതിയുമായി ഇറങ്ങുകയാണ് ഇറാനും. ഇറാൻ കോൺസുലേറ്റിന് നേരെ സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണവും അതേ തുടർന്ന് ഇറാൻ നടത്തിയ പ്രത്യാക്രമണവും വീണ്ടും ഇസ്രായേലിന്റെ പ്രതികാര ആക്രമണവും എല്ലാം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളാക്കിയ സാഹചര്യത്തിലാണ് ഇറാൻ പുതിയ മിസൈൽ പദ്ധതിയുമായി എത്തിയിരിക്കുന്നത്. 2021 ഇത്തരത്തിൽ പുതുതായി രൂപകൽപ്പന ചെയ്ത മിസൈൽ വേധ സംവിധാനത്തിന്റെ വീഡിയോ ഇറാൻ പുറത്തിറക്കിയിരുന്നു. സ്കൈ ഡിഫൻഡേഴ്സ് വെലായത് 1400 എന്ന പേരുള്ള ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് വിഭാഗത്തിൽ വരുന്ന മിസൈൽ വേധ സംവിധാനമാണ് ഇറാന്റെ ഇനിയുള്ള മിസൈൽ ആയുധ സംവിധാനം. രാജ്യത്തിന് നേരെ വരുന്നതും ആളില്ലാതെ സ്വയം പറത്താൻ സാധിക്കുന്നതുമായ ഗൈഡഡ് വാഹനമായ ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങളെ നേരിടാനുമാണ് പ്രധാനമായും പുതിയ സംവിധാനം വികസിപ്പിച്ചതെന്ന് ഇറാൻ സൈന്യത്തിലെ അധികൃതർ പറയുകയുണ്ടായി. 4 വിക്ഷേപണ കാനിസ്റ്ററുകളുള്ള ഈ സംവിധാനത്തിന് ഒറ്റത്തവണ 12 മിസൈൽ വേധ റോക്കറ്റുകൾ വിക്ഷേപിക്കാം. 360 ഡിഗ്രിയിൽ റേഞ്ചുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് വെലായത് 1400 പ്രവർത്തിക്കുന്നത്. അതേസമയം റഷ്യൻ ആയുധങ്ങളെയും മിസൈൽ സംവിധാനങ്ങളെയും അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റഷ്യൻ ആയുധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയുധ നിർമ്മിതി ഇറാൻ കുറച്ചു കാലമായി പുലർത്തുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇറാന്റെ ഈ മിസൈൽ സംവിധാനത്തിന്റെ മറ്റു വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇറാൻ ഈ സംവിധാനം ഉപയോഗിക്കാൻ തുടങ്ങിയോ, വികസിപ്പിച്ചതിനു ശേഷം ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് ഈ പുത്തൻ ആയുധം ഇറാൻ കയറ്റുമതി ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്.